ഒരാളെ കണ്ട് മനസ്സിലാക്കാൻ ശേഷിച്ചതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു സ്ത്രീയെ സംബന്ധിച്ച് സ്ത്രീയെ ഏറ്റവും പവർഫുള്ളായ ആത്മീയത്തിൽ ഏറ്റവും പവർഫുള്ളാണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. അവർക്ക് വളരെ പുരുഷന്മാരെ കഷ്ടപ്പാടില്ലാതെ നേരിട്ട് ദൈവവുമായി സംവദിക്കാൻ ഏറ്റവും എളുപ്പമുള്ള അതാണ് സ്ത്രീകളെ സംബന്ധിച്ച്. അപ്പം അവർക്ക് എന്ത് ചെയ്യും, ആ ഒരു സങ്കല്പ പ്രാർത്ഥനയിൽ കൂടിയൊക്കെ ഇവരെ ഭർത്താവ് ആരാണെന്ന് ദർശനത്തിൽ കാണിച്ചു കൊടുക്കും. ആ രീതിയിൽ ഇത് അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞാൽ കിട്ടൂല, പക്ഷെ കിട്ടേണ്ടവർക്ക് കിട്ടും. അത് കാണിച്ചു കൊടുക്കും. അതാണ് സ്വയംവരം എന്നൊക്കെ പറയുന്നത്. ആ രീതിയിൽ ഈ കുട്ടിയെ ഭർത്താവിനെ കാണുകയും ഭാര്യം ഭജ ഭർത്താരം, അതായത് സഹധർമ്മിണിയല്ലേ, ഈ ധർമ്മം പൂർത്തീകരിക്കാൻ സഹധർമ്മം അതിൽ വരുന്ന ആളാണ്. അപ്പോൾ അത് പൂർവ്വജന്മ ഒരു ബന്ധമുണ്ടോ അതിനൊക്കെ. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളാണ് വളരെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് സൽസന്താനം ലഭിക്കാനുള്ള കാര്യങ്ങളും ഒക്കെ അതിൽ കൂടിയാണ് ലോകത്ത് നന്മ വരും. അല്ലാതെ ഒരു നിയമം പാസ്സാക്കിയാലോ യുദ്ധം ചെയ്താലോ ബോംബിട്ട് പിടിച്ചാലോ അതൊന്നും നടക്കില്ല. ഒരുപാട് ക്ലാസ് കൊടുത്താലോ ഒന്നും നടക്കുന്നില്ല. അപ്പം അത് ബേസിക്കലായിട്ട് എവിടെയാണോ ഈ ദൈവവും മനുഷ്യരുടെ ബന്ധം തെറ്റിപ്പോയത്, ആ തെറ്റ് തിരുത്തി കൊണ്ടുവരുന്ന രീതിയിലേക്ക് ദൈവം മനുഷ്യരുടെ ബന്ധം കാണിച്ചു കൊടുക്കുകയാണ്. ദൈവം എന്താണെന്ന് മറന്നുപോയി. ഇപ്പം മതങ്ങളുടെ മതിലുകൾ അപ്പുറപ്പുറമാണ്. ദൈവത്തെ എടുക്കാൻ പറ്റുന്നുണ്ട്. ഈ മതങ്ങൾ, ഒരുപാട് മതങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആരാണ് മതങ്ങൾ കൊണ്ടുവന്നത്? ദൈവം ഒരിക്കലും മതം കൊണ്ടുവരുന്നത്. സദ്ഗുണീശ്വരനും നമ്മുടെ ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സതികുമാർ കഴിഞ്ഞ ദിവസം ഒരു ഓഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ലൈഫ് ഡിവൈൻ ചാനലിൽ സംസാരിക്കുന്ന, അല്ലെങ്കിൽ ശാന്തിഗിരിയുടെ ആശയം എന്ന രീതിയിൽ സംസാരിക്കുന്ന ശ്രീജിത്തും ആശാ തരുൺ ബോസും പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചില വിയോജിപ്പുകളാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം സംസാരിക്കുന്നത് ഗുരുവാണികൾ എടുത്തു വെച്ചുകൊണ്ടാണ്. അത് തന്നെയാണ് വിശ്വാസികളെ സംബന്ധിച്ച് ഈ ശ്രീകുട്ടിയോടും പറയാനുള്ളത്. നിങ്ങൾ വിശ്വാസപരമായ കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ഗുരുവാണികളോ ഗുരുവിൻ്റെ ആശയം സംബന്ധിച്ച് സംസാരിക്കണം. അതേ സ്ഥാനത്ത് എവിടെയും തൊടാതെ രീതിയിൽ ഈ കാര്യങ്ങൾ സംസാരിക്കുന്ന ആളെ റിബലുകളാണെന്നോ പലതും പറയുന്നു, പിറുപിറുക്കുന്നു എന്നൊക്കെ പറയുന്നത്, അതൊന്നും ശരിയായൊരു ആത്മീയ ബോധമുള്ള ആൾ സംസാരിക്കേണ്ട രീതിയല്ല. അപ്പോൾ നിങ്ങൾക്ക് നമ്മളത് മനസ്സിലാക്കിയിടത്തോളം നിങ്ങൾക്ക് പറ്റിയ എന്താണെന്ന് വെച്ചാൽ, ഇത് എന്താണ്, ഇത് ഒരു താമരയുടെ ഇലയാണ്. ഇത് എന്താ പറയുക, ഇതൊരു ചെടിയുടെ അല്ലെങ്കിൽ വട്ടയില എന്ന് പറയും, അതിൻ്റെ ഒരു ഇലയാണ്. ഇത് പെരിയില എന്ന് പറയുന്ന ഒരു ഇലയാണ്. ഇത് ഒരു ചെടി, ഇത് ചേഞ്ചിങ് റോസ് എന്ന് പറയുന്ന ഒരു ചെടിയുടെ ഇലയാണ്. ഇത് ചേമ്പ് വർഗത്തിൽപ്പെട്ട ഒരു ചെടിയുടെ ഇലയാണ്. അപ്പോൾ എന്താണ് ഇല എന്ന് പറഞ്ഞാൽ, ഇല എല്ലാം പച്ചയാണ്, പക്ഷേ ഇതിൻ്റെ ഒരു സ്വഭാവത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണാം. ഒരു എക്സാമ്പിൾ കാണിക്കാം. ഇത് പെരിയിലം. ഇതിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കുകയാണ്. വെള്ളം ഒഴിച്ചു. വെള്ളം ഒഴിച്ചപ്പോൾ അതിൽ ജലാംശം തങ്ങി നിൽക്കുന്നതായി കാണാം. വെള്ളം അല്ലേ? അതുപോലെ ചേഞ്ച് റോസ്, ഇതാ വെള്ളത്തിൽ മുക്കി, നന്നായിട്ട് നനവ് പറ്റിയിട്ടുണ്ട്. വട്ടയില, എവിടെയൊക്കെ വെള്ളമായി, ഇതാ നോക്കാം. അതേ സ്ഥാനത്ത് താമരയിലയാണ്. കാണാൻ പറ്റുന്നുണ്ടോ? ഇതാ
വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു, കാണാനില്ല. അതുപോലെ തന്നെയാണ് ചേമ്പിൻ്റെ ഇലയാണെങ്കിൽ. ചേമ്പിൻ്റെ ഇല വെള്ളം ഒഴിച്ചാൽ കാണില്ല. എന്തുകൊണ്ടാണ്? ഇതാണ് പറ്റിയത്. ഇതാണ് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. എന്താണ്? യാന്തി ദേവാം പ്രധാൻ ദേവാൻ പിതൃൻ യാന്തി പ്രതിജ ഭൂതാനി യാന്തി ഭൂതേജ്യോ യാന്തി മധ്യാജിനോപ്യമാം എന്ന് പറഞ്ഞാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത് അർജുനോട് പറയാണ്, നിങ്ങൾ ആരെയാണോ ആരാധിക്കുന്നത് നിങ്ങളുടെ സ്വഭാവവും ജീവനും അതിലേക്ക് പോകും. നിങ്ങളെ മരണശേഷം ആരാധ്യ വസ്തുവിലേക്ക് പോകുന്നു, അതിൻ്റെ സ്വഭാവത്തിലേക്ക് പോകുന്നു. ഇതാണ് ഇവിടെ കുഴപ്പം. ഇവിടെ ഇതിൽ വെള്ളം എത്ര ഒഴിച്ചിട്ടും അതിൽ തങ്ങിക്കാൻ കഴിയുന്നില്ല. കാരണം അതൊരു കോട്ടിങ് വന്നിട്ടുണ്ട്. ഈ ഒരു കോട്ടിങ് മനുഷ്യൻ്റെ ജീവനിലും വന്നു പോകും. നമ്മൾ ഏതിനെ ആരാധിച്ചു, ഏതിനെ സങ്കല്പിച്ചു, ഏതിനെ നമ്മൾ ഏറ്റവും മഹത്തായി കണ്ടോ അതിൻ്റെ സ്വഭാവം നമ്മളിൽ വരികയാണ്. അപ്പം വേറെ എന്തെല്ലാം പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ ഗുരുവിൻ്റെ ആശയം സംബന്ധിച്ച് ആശയം ഉൾക്കൊള്ളാൻ പറയുന്ന ഇതിലേക്ക് പോകുന്നില്ല. കാരണം വേറൊരു കോട്ടിങ് അവിടെ വന്നിരിക്കുന്നു. ആ കോട്ടിങ് മാറാത്തിടത്തോളം കാലം അവർ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ നമുക്കതല്ല, നിങ്ങളിത് സ്വീകരിക്കണമല്ല പറയുന്നത്. നിങ്ങൾ ഈ ആശയത്തെ നിങ്ങൾ ഉൾക്കൊണ്ടോ? നിങ്ങൾ ശിഷ്യപൂജ എന്ന് പറയുന്ന ആ വ്യക്തിയെ ഗുരുവായിട്ട് സങ്കല്പിച്ച് പ്രാർത്ഥിക്കുകയോ എന്ത് കർമ്മം ചെയ്തോ, പക്ഷെ നിങ്ങളിത് ഗുരുവാണെന്ന് ലോകത്തിനോട് പറയാൻ പാടില്ല. അത്രയും ഞങ്ങൾ പറയുന്നുള്ളൂ. നിങ്ങൾ സ്വീകരിച്ച് ഞങ്ങൾക്ക് പ്രയാസമില്ല. പക്ഷേ ഇത് ലോകഗുരുവായ ബ്രഹ്മശ്രീ കരുണാഗുരുവിനെ സംബന്ധിച്ച് അതേ സ്ഥാനത്ത് ഈ ശിഷ്യപൂജയെ അവരോധിക്കുന്നൊരു കർമ്മം നിങ്ങൾ ചെയ്യുന്നു. അത് മാത്രമേ നമുക്ക് വിയോജിപ്പുള്ളൂ. അത് നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ അനുസരിക്കുകയോ ആരാധിക്കുകയോ എന്തും അത് നിങ്ങൾ പൊതു ചാനലിൽ വെച്ചിട്ട് ശിഷ്യപൂജയാണ് ഗുരു എന്ന് പറയുമ്പോഴാണ് ഈ വിഷയം. മനസ്സിലായില്ലേ? അതുപോലെ ഇത് ഗുരുവാണിയാണ്. ശാന്തിരാസമത്തെന്ന് സോഷ്യൽ മീഡിയ കൂടി ഫേസ്ബുക്കിൽ വരുന്നതാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത്, വീടിനും നാടിനും ഉപകരിക്കുന്ന ഒരു കുഞ്ഞ് ജനിക്കാൻ ദാമ്പത്യ കർമ്മ ശുദ്ധിയാണ് സാഹചര്യമൊരുക്കുന്നത്. നവജ്യോതി ശ്രീ കരുണാകര ഗുരു. അപ്പോൾ ഇത് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ GSSൻ്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഗുരുവാണിയെ സംബന്ധിച്ച് പറയുന്നത്? അത് പറയുന്നത് സ്ത്രീ ഒരിക്കലും ഗുരുവാകില്ല എന്നാണ്. അപ്പോൾ അതെന്തുകൊണ്ട് ഗുരു അങ്ങനെ പറഞ്ഞു? ഗുരു സ്ത്രീ ഒരിക്കലും ഗുരുവാകില്ല എന്ന് പറയുമ്പോൾ സ്ത്രീകളെ കുറച്ച് താഴ്ത്തിക്കെട്ടി പറഞ്ഞതാണോ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് യോഗ്യത ഇല്ലാന്ന് പറഞ്ഞോ? അതല്ല ശരിക്കും അതിൻ്റെ യഥാർത്ഥ അർത്ഥം. സ്ത്രീകളെ ഏറ്റവും മഹനീയമായ ഉയർന്ന പദവിയിലാണ് ഗുരു കണ്ടിരിക്കുന്നത്. ഓരോ ഗുരുക്കന്മാരും അങ്ങനെ തന്നെയാണ്. എന്തുകൊണ്ട് അങ്ങനെ? മാതാ പിതാ ഗുരു ദൈവം എന്നാണ്. അപ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായ മാതാവിൻ്റെ ധർമ്മം, മാതാവ് പിതാ ഗുരു ദൈവം. അപ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് മാതാവിനെ കണ്ടിരിക്കുന്നു. അപ്പോൾ ഈ സ്ത്രീ നന്നായാൽ പിന്നെ വീട് നന്നായി, നാട് നന്നായി, ലോകം നന്നായി, അടിസ്ഥാന തത്വമുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഈ സ്ത്രീകളെ സംബന്ധിച്ച് ഏറ്റവും ഉന്നതിയിലുണ്ടായ സ്ത്രീകളെ തഴയപ്പെട്ടു? അതിനൊരു പരിഹാരമാണ് ഗുരു കാണുന്നത്. അപ്പോൾ എല്ലാ ഗുരുക്കന്മാരും സ്ത്രീകളെയാണ് ഒരു മനുഷ്യൻ്റെ പുരോഗതിക്ക് അല്ലെങ്കിൽ മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി അടിസ്ഥാനമായിട്ട് കാണുന്നത്. അപ്പോൾ അവരെയാണ് ഏറ്റവും ധാർമ്മികമായി ഏറ്റവും വില ഉള്ളവരായി കാണുന്നത്. ഏതൊരു പുരാണ സാഹിത്യം നോക്കിയാലും പോലും നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. ഓരോ ആചാര്യന്മാരും എങ്ങനെ സ്ത്രീകളെ കണ്ടിരിക്കുന്നു. എന്താണ്? പ്രജനാർത്ഥം മഹാഭാഗ പൂജാർഹ ഗൃഹദീപ്തയ ശ്രിയച്ച ഗേഹേഷു അവിശേഷ ശ്രീഹച്ചന എന്ന് പറഞ്ഞാൽ മഹാഭാഗ്യവതികളായ സ്ത്രീകളെ സൽസന്താനത്തിന് ആദരിക്കേണ്ടതാണ്. വീട്ടിലെ വിളക്കുകളാണവർ. വീടുകളിൽ സ്ത്രീയും തമ്മിൽ യാതൊരു ഭേദവുമില്ല. മാതൃത്വമാണ് സ്ത്രീയുടെ മുഖ്യധർമ്മം. ഭർത്താവിനനുസരിച്ചിരിക്കും മക്കൾ ദുഷിച്ചാൽ കുടുംബത്തിന് മാത്രമല്ല സമുദായത്തിനും ആപത്ത് വരും. ദാമ്പത്യം വ്യക്തിക്ക് സുഖ മാത്രം ഇഷ്ടമല്ല. ദമ്പതി എന്നാൽ വീടിൻ്റെ കൂട്ടുടമ എന്നാണ്. ഇരുവർക്കും ഓരോ പങ്ക് വഹിക്കാനുണ്ട്. പ്രസവം സ്ത്രീകൾക്ക് മാത്രമേ കഴിയൂ എന്നതിനാൽ അതാരുടെ സവിശേഷ ധർമ്മം. അതുവഴി സന്താനങ്ങളെ വളർത്തിയെടുക്കുന്നത് അവരുടെ ധർമ്മമായതുകൊണ്ട് അവരെ മറ്റു വ്യഗ്രതകളിൽ നിന്ന് മോചിപ്പിക്കേണ്ടത് പുരുഷൻ്റെ കടമയാണ്. പുരുഷാർത്ഥങ്ങൾ ധർമാനുഷ്ഠാനത്തിനോ മോശപ്രവൃത്തിയോ സ്ത്രീകൾ വിലക്കുകളൊന്നും കൽപ്പിച്ചിട്ടില്ല. അപ്പോൾ സ്ത്രീകൾക്ക് ഇവിടെ വിലക്കുകളൊന്നും കൽപ്പിച്ചിട്ടില്ല. പക്ഷേ അർത്ഥകാമ കാര്യം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് അതിൻ്റെ കാരണവും വ്യക്തമാണ്. അപ്പോൾ അത് മനസ്സിലാക്കാതെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല, സ്ത്രീകളെ പരിഗണന ഇല്ല എന്ന് പറയും. സ്ത്രീകൾക്ക് ഏറ്റവും മുന്തിയ പരിഗണനയാണ് കൊടുക്കുന്നത്. അത്
നമ്മൾ മനസ്സിലാക്കുന്നതിൻ്റെ വിഷയമാണ്. ഇപ്പം ഇവിടെ ഇതിൽ കണ്ടോ, എന്താ, ഉപാധ്യായൻ ദശാചാര്യ ആചാര്യാണാം സദാപിത സഹസ്രാം തു പിതൃമാതാ ഗൗരവേണ തിരിച്ചതേ എന്ന് പറഞ്ഞാൽ 10 ഉപാധ്യായന്മാരെക്കാൾ ഒരു ആചാര്യനും 100 ആചാര്യന്മാരെക്കാൾ ഒരു പിതാവും 1000 പിതാക്കന്മാർക്ക് മാതാവും ഗൗരവത്തിൽ മേലെയാകുന്നു എന്നാണ്. അപ്പോൾ ഇതിന് പറയുന്ന അർത്ഥം എന്താ? 1000 പിതാക്കളെക്കാൾ ഉയരത്തിലാണ് മാതാവ് എന്ന് പറയുന്നത്. അപ്പോൾ ആ മാതാവിൻ്റെ സ്ഥാനം ഏറ്റവും ഉന്നതമായി കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ 2 രീതിയിലും വരും. ഒരു വശത്ത് ഗുരു പറയുന്നു ഗുരു അല്ലെങ്കിൽ സ്ത്രീ ഒരിക്കലും ഗുരുവാകില്ല. വേറെ സ്ഥലത്തുനിന്ന് ഏറ്റവും ഉന്നതമായ ഇതാണ് സവിശേഷമാണ് സ്ത്രീയെ സംബന്ധിച്ച്. അപ്പോൾ എന്തുകൊണ്ട് ചോദിച്ചാൽ സകലരും ഉത്ഭവിക്കുന്നത് ഈ മതത്തിൽ തന്നെ. അടിസ്ഥാനം ഇവിടെ ആ അടിസ്ഥാന ധർമ്മമാണ് നിർവഹിക്കുക എന്ന് വിചാരിച്ചിട്ട് ഈ സ്ത്രീകൾക്ക് ഒരിക്കലും ഈ ഭരണതലത്തിലോ മറ്റു തലത്തിലോ എത്താൻ പാടില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ജനക മഹാരാജൻ്റെ കൊട്ടാരത്തിലെ ഗാർഗി മൈത്രി എന്നൊക്കെയുള്ള ഉപദേശകരുള്ളായിരുന്നല്ലോ. അവർ നീതി എങ്ങനെ കണ്ടു? അവർ ദർശനത്തിൽ കൂടിയാണ് പിന്നെ പറഞ്ഞു കൊടുത്തത് എന്താണ് സംഭവിച്ചത്. അപ്പോൾ ആ തരത്തിൽ ഉയർന്ന യോഗ്യതകളുള്ള സ്ത്രീരത്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവരൊന്നും ഒരിക്കലും അങ്ങനെ തടഞ്ഞിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് ഈ സ്ത്രീകൾക്ക് സംബന്ധമായ ഈ പ്രസവ സംബന്ധമായ പ്രശ്നങ്ങൾ, അതുപോലെ മാസമുറ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അവിടെ ഒരു ഇത് വരുന്നില്ല. അതുകൊണ്ടാണ് ആ ഒരു ഗുരുസ്ഥാനത്ത് നിന്ന് അവർ അത് ചെയ്യണമെന്ന് പറയുന്നത്. ഇപ്പോൾ ഗുരുസ്ഥാനത്ത് എപ്പോഴും അവർ വേണ്ട, ആ പുരുഷ ശരീരത്തിൽ വേണ്ടതാണ്. അതുകൊണ്ട് ഇവരെ താഴ്ത്തിക്കിട ഇവരെ ഉന്നതമായ സ്ഥാനം നമുക്കറിയാം. ഏതൊരു ഗുരുക്കന്മാരും പറഞ്ഞു, ഇപ്പോൾ ശ്രീബുദ്ധനായാലും അപ്പോൾ അതേ തന്നെയാണ് നമ്മൾ ഗുരു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗുരുവിനെ നിങ്ങളിപ്പോൾ ഈ ശിഷ്യപൂജയെ ഗുരു എന്ന് പറയുമ്പോൾ വേറെ കാര്യം ചോദിക്കാനുള്ളത്, അപ്പോൾ നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണനെ സംബന്ധിച്ച് അശരീരം ഉണ്ടായതാണെന്ത് ഇങ്ങനെ 8ാമത്തെ പുത്രനായിട്ട് ജനിക്കുന്നതൊക്കെ. ആത്മീയത്തിൻ്റെ 8ാമത്തെ അവസ്ഥയിലാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ജനിക്കുന്നത്. അശരീരം കൊടുത്തിട്ടുണ്ട് കംസന് ഇങ്ങനെ ജനിക്കാൻ പോകുന്നുണ്ട്. സന്ത ബ്രഹ്മശ്രീ കരുണാകർ 34 അവസ്ഥകൾ കടന്നുപോയി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗുരുവിനെക്കുറിച്ച് അതിനൊക്കെ എത്രയോ കാലം മുമ്പേ ആര് പ്രവചിച്ചിട്ടുണ്ട്? ഈ ബുദ്ധ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, കരുണ എന്ന ഒരു ആചാര്യം വരും ഞാൻ പോയി കഴിഞ്ഞാൽ. പിന്നെ യേശു പറഞ്ഞിട്ടു സത്യത്തിൻ്റെ ആത്മാവെന്ന് പറയുന്ന ആ കാര്യങ്ങളൊക്കെ പറയുന്നു. പിന്നെ നോസ്ട്രഡാമസ് പറയുന്നുണ്ട്. നോസ്ട്രഡാമസ് എന്താ പറയുന്നത്? അത് പറയുന്നില്ലേ ആ പ്രവചനങ്ങളിൽ? മൂസാഗ്രഹ സംഗമഭൂമിയിൽ ഇന്നേ ആദരിക്കും ലോക ഗുരുകാര്യന്മാരും അദ്ദേഹത്തെ ഇത്രയും ശിഷ്യന്മാർ സമ്പത്തുണ്ടാകും. വ്യാഴാഴ്ച അദ്ദേഹം പുണ്യദിനമായിട്ട് ആചരിക്കും. അതുപോലെ പുഷ്പം അടയാളമായി സ്വീകരിക്കും. അപ്പം ഈ തരത്തിൽ അതുപോലെ ശ്രീനാരായണ ഗുരു പറഞ്ഞിരിക്കുന്നു. ശ്രീനാരായണ ഗുരു ദർശനത്തിൽ പറഞ്ഞിരിക്കുന്നു, കരുണാകര നൽകുകൊള്ളിൽ നിൻ തിരുമൈ വിട്ടകലാതെ ചിന്തയും എന്ന് പറയുന്നത്. അതുപോലെ അരവിന്ദ മഹർഷി പിന്നെ ശ്രീകൃഷ്ണ പരമാത്മനാൽ പിന്നെ അനുഗതനായി എന്താ പറയുക, ആ ഒരു അതിമാന തേജസ് ഭൂമിയിലേക്ക് ഇറങ്ങി എന്നായി കണ്ടു എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവചനങ്ങൾ, ഒരുപാട് പ്രവചനങ്ങളിൽപ്പെട്ട ഈ ഗുരുവിനെ കുറിച്ച് പറയുന്നുണ്ട്. കാലാന്തര ഗുരുവായി വന്നു. അതേസമയത്ത് നിങ്ങൾ ഈ പറയുന്ന ശിഷ്യപൂജയെ ആരെങ്കിലും എന്തെങ്കിലും പിന്നെ എവിടെയെങ്കിലും പറഞ്ഞിട്ടോ? ഏതെങ്കിലും ആരെങ്കിലും ആചാര്യം പറഞ്ഞു ഇങ്ങനെ ഒരാൾ വരുന്നൊക്കെ? പിന്നെ എന്തടിസ്ഥാനത്താണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്, നിങ്ങൾ ഈ കാര്യം പറയുമ്പോൾ കൃത്യനിഷ്ഠമായിട്ട് പറയൂ, അല്ലെങ്കിൽ ഗുരുവിൻ്റെ ആശയം എന്ന് പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഒരു ധർമ്മത്തെക്കുറിച്ച് എന്താണ് ഈ ഗുരുവിൻ്റെ ആശയം? ഗുരുവിൻ്റെ ആശയം എന്ന് പറയല്ല, നിങ്ങൾ ആശയം എന്താ പറഞ്ഞു കൊടുക്കുന്നത്? ഏറ്റവും സംവിധാനം, കുടുംബ സംവിധാനമാണ് ഗുരുവിൻ്റെ ആശയം എന്ന് പറയുന്നത്. ഹിന്ദു ശുദ്ധീകരണ പ്രക്രിയയിൽ കൂടി സന്താനങ്ങൾ വളർന്നു വരുന്ന തലമുറയിൽ പിന്നെ പരമ്പരയിൽ വന്ന് ശുദ്ധീകരണ പ്രക്രിയ അതാണ് പറയുന്നത്. അത് നിങ്ങൾ പറയാത്തത് എന്തുകൊണ്ട്? അതേ സ്ഥാനത്ത് നിങ്ങൾ ചെയ്യുന്നത് എന്താണോ പാടില്ലാത്തത് അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഗുരുവിനെക്കുറിച്ച് എങ്ങനെ ഒരു ശിഷ്യൻ അല്ലെങ്കിൽ അനുവസ്ഥ പെരുമാറുന്നത്, ശയ്യാസനേ ധ്യായജിതേ ശ്രേയസന സമാശിഷേ ശയ്യാസനസ്തൈവൈനം പ്രത്യുത്ഥായ അഭിവാദയേ. അതായത് വിദ്യാർത്ഥികൾ കൊണ്ട് തന്നേക്കാൾ ശ്രേഷ്ഠമായാൻ ഉപയോഗിക്കുന്ന ശയ്യ, പീഠം അല്ല ഇരിപ്പിടം എന്നിവയിൽ തൽക്കാലത്തേക്ക് പോലും ഒരുവൻ ഇരിക്കരുത്. താൻ കിടക്കുകയോ ഇരിക്കുകയോ ചെയ്യുമ്പോൾ ഗുരു വരുന്നുവെങ്കിൽ ശിഷ്യൻ എഴുന്നേറ്റുന്ന ഗുരുവിനെ അഭിവന്ദനം ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു മഹാഗുരുവിൻ്റെ ശിഷ്യനോ അല്ലെ ഭക്തനോ ആരായാലും ഇവിടെ പറയുന്ന ഒരു ഉപാധ്യായൻ്റെ കസേരയിലോ കിടക്കയിലോ കയറി തൽക്കാലത്തേക്ക് പോലും കയറിയിരിക്കരുതെന്ന് പറയുന്നത്. അത് വലിയ കർമ്മദോഷമാണ്, പാപകർമ്മമാണ് ഗുരുവിൻ്റെ. അപ്പോൾ ഇവിടെ ഗുരുവിൻ്റെ കസേരയിൽ ഇരിക്കുക, ഗുരുവിൻ്റെ കട്ടിലിൽ കയറിയിരിക്കുക എന്ന് പറയുന്ന പാപകർമ്മം ചെയ്യുമ്പോൾ അത് എന്തുകൊണ്ട് അത് ശരിയാണോ? അത് തെറ്റല്ലേ?
അപ്പോൾ ആ തരത്തിൽ നിങ്ങൾ ശാന്തിയിൽ നടക്കുന്ന ഈ ഗുരുത്വ ദോഷത്തെ കുറിച്ച് അത് ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾ ധൈര്യപ്പെടുന്നില്ല, അതിനെ ന്യായീകരിക്കുകയാണ്. മാത്രമല്ല ഈ ഏതൊരു കാര്യം വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കാൻ ഉത്തരവാദിത്വം നമുക്കുണ്ടതാ ഇല്ലേ? ഇപ്പോൾ സ്ത്രീകളെ കുറിച്ച് പെട്ടെന്ന് ഗുരുവാണി കേട്ടാൽ എന്താ മനസ്സിലാവുക? സ്ത്രീകളെ വില കുറച്ച് കണ്ടു എന്നാണ്. പക്ഷെ സ്ത്രീകളെ വില കൊടുക്കാത്തതിൽ കൂടി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഭരണതലത്തിൽ ആ ഒരു കടമ സഹധർമ്മണി എന്ന് പറയും, ധർമ്മം. ആ ധർമ്മം ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളെ സൂക്ഷിച്ച് വളർത്തി കഴിഞ്ഞാൽ പിന്നെ ആ ഉത്തരവാദിത്വം മാറി, പിന്നെ അവർക്ക് ഏത് തരത്തിലും വേണം വരാം. അതുപോലെ അതിന് മുമ്പുള്ള കാലവും അതൊന്നും നിയന്ത്രണമില്ല. ഇവിടെ നോക്കുക, ഇത് ശാന്തിയിലെ മാസികയിൽ വരുന്ന ഒരു ലേഖനമാണ്. ഭാരതീയ ആചാര്യന്മാർ പ്രകൃതിയെ ദേവിയായാണ് സങ്കല്പിച്ചുകൊണ്ടത്. സ്ത്രീ മനസ്സുകൾക്ക് നോവുണ്ടാകുന്നൊന്നും ഭാരതത്തിൽ ചെയ്യുമായിരുന്നില്ല. സ്ത്രീ സന്തോഷിക്കുന്ന സ്ഥലങ്ങൾ ദേവതകളെ പ്രസാദിക്കുമെന്ന് വരെ അവർ പറഞ്ഞു വെച്ചു. മാതൃത്വവും പിതൃത്വവും സ്ത്രീയുടെ മാസ്മരിക ഭാവങ്ങളാണ്. പിതൃഭാവം ഉൾക്കൊള്ളുന്ന പുരുഷനും ജന്മമെടുക്കുന്നത് സ്ത്രീയിലൂടെയാണല്ലോ. എങ്കിലും ചരിത്രത്തിൻ്റെ ഏതോ ദശാസന്ധിയിൽ സ്ത്രീ അവഗണിക്കപ്പെടുകയും ചൂഷണ വിധേയമാവുകയും ചെയ്തു. സ്ത്രീ ഒരു ഉപഭോഗ വസ്തുവായി തരം താണു. അവൾ അവലയും ചപലയും എന്ന് വിളിക്കപ്പെട്ടു. ഇന്നും ആധുനിക മനുഷ്യൻ്റെ മനോഭാവങ്ങളിൽ ചില നിർവ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ചോദിച്ചാൽ മൗലികമായ മാറ്റമൊന്നും സ്ത്രീയെക്കുറിച്ച് ഉണ്ടായിട്ടില്ല. വൻ വിപണികൾ തേടുന്ന പരസ്യ കമ്പനികൾ സ്ത്രീ സൗന്ദര്യം ചൂഷണം ചെയ്താണ് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് മാർക്കറ്റ് കണ്ടെത്തുന്നത്. പുരുഷനെ ആകർഷിക്കുന്ന അവൻ്റെ വൈകാരിക ഭാവത്തെ കീഴടക്കുന്ന ഒരു വശീകരണ ശക്തിയായി മാത്രം സ്ത്രീത്വം തരം താണു. സ്ത്രീ അമ്മയാണെന്നും സഹോദരിയാണെന്നും പുത്രിയാണെന്നും മറ്റു സ്നേഹബന്ധങ്ങളുടെ കൂട്ടായ്മകൾ പങ്കുവയ്ക്കേണ്ടവളാണെന്ന ബോധത്തിൽ സ്ത്രീത്വം ഇവിടെ വളർത്തി എടുക്കപ്പെട്ടിട്ടില്ല. പകരം കടങ്കഥകൾ പറഞ്ഞ് കിഴിക്കാനും കൂട്ടാനും വെറും വിപണി സംസ്കാരത്തിൻ്റെ ഭാഗമായി സ്ത്രീ നിൽക്കുന്നു. വിവാഹ കമ്പോളങ്ങളിൽ പോലും സ്ത്രീകളുടെ മാർക്കറ്റ് വില സ്നേഹത്തിനോ വിനയത്തിനോ സ്വഭാവശുദ്ധിക്കോ അല്ല, പണത്തിനും സ്വത്തിനുമാണ്. സ്ത്രീധനമാണ് അവളുടെ ഭാവി നിർണ്ണയിക്കുന്നത്. സ്ത്രീകളുടെ പരിതാപകരമായ ഈ അവസ്ഥ കണ്ടറിഞ്ഞ് മാതാപിതാ ഗുരു ദൈവം എന്ന ഈ ഈശ്വരഭാവത്തിൽ സ്ത്രീയെ ആദ്യമായി കൈപിടിച്ചുയർത്താൻ ശ്രമിച്ച ഗുരുവായിരുന്നു ശ്രീകൃഷ്ണനെന്ന് ബ്രഹ്മശ്രീ കരുണാകര ഗുരു അരുളി ചെയ്യുന്നു. ഭഗവാനിൽ നിന്നും ആത്മസാക്ഷാത്കാരം നേടിയ പതിവ്രതകളായ ധാരാളം സ്ത്രീകൾ അക്കാലത്തുണ്ടായിരുന്നു. ശ്രീകൃഷ്ണ ദർശനം ലഭിച്ച അവർ ധന്യരായി ആത്മസുഹൃതം നേടി. ഉദ്ധവർ പോലും ശ്രീകൃഷ്ണനോട് അപേക്ഷിക്കുന്നത് തനിക്ക് ഗോപസ്ത്രീകൾക്ക് ഉള്ളതുപോലുള്ള ഭക്തി ഉണ്ടാകണമെന്നാണ്. എന്നാൽ ശ്രീകൃഷ്ണ ഭക്തകളായിരുന്ന അവരെപ്പറ്റി കാമുക സങ്കല്പത്തിൽ കള്ളക്കഥകൾ എഴുതി സ്ഥാപിത താൽപ്പര്യക്കാൽ സ്ത്രീയെ വഞ്ചിച്ചു. അങ്ങനെ ദേവദാസി സമ്പ്രദായം നടപ്പിലാക്കി സ്ത്രീയെ ഭോഗവസ്തുവാക്കി മാറ്റി. സ്ത്രീ രക്ഷകനായ ഭഗവാൻ സ്ത്രീ ലംബടനായി. അടുത്ത് ആത്മവിദ്യയിൽ സ്ത്രീയെ ഉയർത്താൻ ശ്രമിച്ചത് ശ്രീബുദ്ധനായിരുന്നു. സ്ത്രീകളെ ആശ്രമത്തിൽ താമസിപ്പിക്കുന്ന കാര്യത്തിൽ ബുദ്ധ ഭഗവാൻ ശിഷ്യന്മാരുമായി തർക്കമുണ്ടായി. എന്തൊക്കെ വേദന സഹിക്കേണ്ടി വന്നാലും ഞാൻ ആശ്രമത്തിൽ സ്ത്രീയെ താമസിപ്പിക്കുമെന്ന് അദ്ദേഹം ശഠിച്ചു. ഞാനല്ലാതെ അവർക്ക് ആരാണുള്ളതെന്ന് അദ്ദേഹം ചോദിച്ചു. ശിഷ്യന്മാർക്ക് ബുദ്ധൻ്റെ വാക്കുകൾ അംഗീകരിക്കേണ്ടി വന്നു. സമാനമായൊരു സംഭവം ശാന്തിഗിരിയിൽ നടന്നു. നമ്മുടെ അമ്മമാരുടെയും സഹോദരിമാരുടെയും പരിതാപകരമായ അവസ്ഥ കണ്ടിട്ട് കാരുണ്യവാരിതയായ ഗുരുവിൻ്റെ മനസ്സലിഞ്ഞു. 2500 വർഷം മുമ്പ് ബുദ്ധഭഗവാൻ ചോദിച്ച ചോദ്യം ആ കർമ്മബന്ധം പോലെ ഗുരു ആവർത്തിച്ചു. അവർക്ക് ഞാനല്ലാതെ പിന്നെ ആരാണുള്ളത്? സ്ത്രീകളെ ആശ്രമത്തിൽ താമസിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു ദിവസം മുഴുവൻ അന്നത്തെ ആശ്രമ ഭാരവാഹികളും ഗുരു തർക്കത്തിലേർപ്പെട്ടു. നിങ്ങൾ ആരൊക്കെ വിട്ടുപോയാലും സ്ത്രീകൾ ആശ്രമത്തിലുണ്ടാകും. അവർക്ക് പുരുഷന്മാരെ പോലെ തുല്യ പ്രാധാന്യം ഉണ്ടാകുമെന്ന് ഗുരു അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. ഗുരുവിൻ്റെ ഈ ധീരത ഭാരവാഹികൾക്ക് അംഗീകരിക്കേണ്ടി വന്നു. അതിൻ്റെ പേരിൽ ഗുരു ഏറ്റ പീഡനങ്ങൾക്ക് കണക്കില്ല. ഇന്ന് നൂറുകണക്കിന് സഹോദരിമാരും അമ്മമാരും കുഞ്ഞുങ്ങളും നമ്മുടെ ആശ്രമത്തിൽ താമസിക്കുന്നു. അവർ പുരുഷന്മാരോടൊപ്പം ആശ്രമ കർമ്മങ്ങളിൽ തുല്യ പങ്കാളിത്തം വഹിക്കുന്നു. ആത്മസാക്ഷാത്കാരത്തിന് അവകാശികളായിരിക്കുന്നു. അപ്പം ഇതാണ് ഗുരുവിൻ്റെ രീതി, ഗുരു പിന്തുടർന്ന രീതി. അപ്പോൾ എന്തിന് ഗുരു ഇത്രയും സഹിച്ച് സ്ത്രീകളെ ആശ്രമത്തിൽ താമസിക്കുക, അവർക്ക് വേണ്ട ഉപദേശങ്ങൾ നിർദ്ദേശിച്ചു കൊടുത്തു? അവിടെയാണ് അതിൻ്റെ പ്രാധാന്യം കിടക്കുന്നത്. അപ്പോൾ ആ പ്രാധാന്യം മനസ്സിലാക്കാതെ തെറ്റിദ്ധരിക്കപ്പെടുകയും തെറ്റിദ്ധരിക്കുന്ന രീതിയിലൊക്കെയാണ് സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ ഇത് നോക്കാം, ഇത് ശാന്തിഗിരി മാസികയിൽ ഗുരുനിശ്ചയ സ്വാമി എഴുതിയ ലേഖനമാണ്. ഗുരുനിശ്ചയ സ്വാമി എന്നുവെച്ചാൽ രാജാ വർഗീസ് എന്ന പൂർവ്വനാമം. അതായത് കുറച്ച് ഭാഗം വായിക്കാം, ഫുള്ളും വായിക്കുന്നില്ല. എന്താണ് ഗുരുവിൻ്റെ ആശയം എന്ന് പറയുന്നത്? മഹാത്മാക്കളായ ജീവാത്മാക്കൾ കലിയുഗത്തിൽ പിറവിയെടുക്കാൻ യോഗ്യതപ്പെട്ട ഗർഭപാത്രത്തിനായി അലയുകയാണ്.
സ്ത്രീ മാതൃഭാവത്തിൻ്റെ മൂർത്തിയായി നിഷ്കളങ്കവും നിസ്വാർത്ഥമായ സ്നേഹം തുളുമ്പുന്ന വ്യക്തിയായി വളരുമ്പോൾ അവൾ ഒരു മഹാത്മാവിനെങ്കിലും ജന്മമേകാൻ പ്രാപ്തയാകുന്നു. ഗുരുകാരുണ്യപൂർവ്വം ചെയ്തു തരുന്ന പിതൃശുദ്ധി കർമ്മത്താൽ ഗോത്രശുദ്ധി വന്നതിന് ശേഷം ജന്മമെടുത്ത സ്ത്രീ കറതീർന്ന മാതൃഭാവത്തിൻ്റെ വാഹയാകണം. അതിന് പെൺകുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കി വളർത്തുക എന്നതാണ് നമ്മുടെ പ്രഥമമായ കർത്തവ്യം. അതുപോലെ തന്നെ പരമപ്രധാനമാണ് സ്ത്രീയുടെ നന്മയും മാതൃസ്ഥാനവും സൃഷ്ടിപരമായ പ്രാധാന്യവും മനസ്സിലാക്കി കൊടുത്ത് ആൺകുഞ്ഞുങ്ങളെയും വളർത്തിയെടുക്കുക എന്നത്. നിരവധി ജന്മങ്ങളായി സ്ത്രീയുടെ ജീവനിൽ മുദ്രം ചെയ്യപ്പെട്ടുപോയ ചപല വാസനകളെ ഗുരുകാരുണ്യത്താൽ നിർമ്മാർജ്ജനം ചെയ്യാനും ദേവദാസി സമ്പ്രദായത്തിൻ്റെ ഇരകളായ ആ ജീവാത്മാക്കളെ ആ അശുദ്ധിയിൽ നിന്ന് ഗുരു രക്ഷിക്കുന്നു. സ്ത്രീകളെ അടുപ്പിച്ചാൽ അവർ എല്ലാം പങ്കിലാക്കി പുരുഷന്റെ ദുർവാസനകൾ ഉണർത്തിയ സർവനാശത്തിനു കാരണം എന്ന് ഉപദേശിച്ചവരോട് കാരുണ്യമാർത്തിയ ഗുരു ചോദിച്ച് അവരെ പിന്നെ ആരു രക്ഷിക്കുമെന്നായിരുന്നു. എല്ലാ പുരുഷജന്മവും ഋഷിവര്യന്മാരുൾപ്പെടെ ഉത്ഭവിക്കുന്നത് സ്ത്രീ ശരീരത്തിൽ നിന്നാണെന്ന സത്യം അനിഷേധ്യമാണ്. മനുഷ്യരാശിയുടെ നന്മയും കർമ്മശുദ്ധിയും ലക്ഷ്യമാക്കിയുള്ള ശുദ്ധീകരണ പ്രക്രിയയുടെ തുടക്കം സ്ത്രീകളിൽ നിന്നും മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്ന സത്യം മനസ്സിലാക്കി കർമ്മപദത്തിലെത്തിച്ച ദയാമൂർത്തിയായ ഒരേയൊരു ആചാര്യൻ അറിവുകെട്ട മനുഷ്യ സമൂഹം ആചാര്യനു നേരെ അപവാദത്തിൻ്റെ കൂരമ്പുകൾ എഴുതു. ദൈവനിശ്ചയവും നിയോഗവുമായ നിർമ്മല സ്വരൂപൻ അതെല്ലാം അതിജീവിച്ച് വിളങ്ങി ഭാര്യാഭർത്താവ് ബന്ധത്തിൻ്റെ പവിത്രത, സന്യാസവൃത്തിയുടെ അത്രയുമോ അതിലും മഹത്തരമായ ആ കർമ്മബന്ധത്തിൻ്റെ അർത്ഥം ഗുരു പിതൃവാത്സല്യത്തോടെ മക്കൾക്ക് പറഞ്ഞു തന്നു. അതുപോലെ ഓരോ ജന്മത്തിലും കർമ്മപൂർത്തീകരണത്തിനു വേണ്ടി ഉണ്ടാകുന്ന ഭാര്യാഭർത്തൃ മാതൃപുത്ര പുത്ര പിതൃപുത്ര സഹോദര ബന്ധങ്ങളുടെ അർത്ഥങ്ങൾ ഒടുവിൽ ദേഹവിയോഗത്തിൽ ഏകനായി വന്നതുപോലെ ഏകനായി തന്നെ പിരിയുന്ന ജീവാത്മാവ്, അതിൻ്റെ പരമാഭാവത്തിലെ പ്രയാണം, അതിന് വന്നു ചേർന്ന ഘോരവിഘ്നങ്ങൾ, അതിന് അതിജീവനമെല്ലാം ഗുരുവാണിയായി അനുസ്യൂതം ഒഴുകുന്നു. ഇനി അതൊക്കെ സമൂഹത്തിൽ പ്രതിഫലിക്കാത്ത രീതിയിലുള്ള ഒരു ജീവിത രീതി നമ്മൾ കെട്ടിപ്പടുക്കണം. ഉൽപ്പത്തി മുതലേ കുഞ്ഞുങ്ങൾക്കു ശരിയായ ജ്ഞാനത്തിൻ്റെ പ്രവാഹം ഉണ്ടാകണം. ദൈവസാന്നിധ്യം നമ്മുടെ ഓരോ ചലനത്തിലും പ്രകടമാകണം. ഇന്നത്തെ ലോകത്തെ ആകമാനം വീക്ഷിക്കുമ്പോൾ സ്ത്രീ സമൂഹത്തിൻ്റെ ഗതികേട് വിവരിക്കാനാവില്ല. ജീവനുമായി ഇഴുകിച്ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് പൈശാചിക ശക്തികൾ നടമാടുകയാണ്. പെട്ടെന്ന് ഒരു മാറ്റം സാധ്യമേ അല്ല. ഗുരുകാരുണ്യത്താൽ പ്രഭാപൂരിതമായ സ്ത്രീ ജന്മങ്ങളിൽ നിന്നാണ് ശുദ്ധീകരണ പ്രക്രിയ തുടങ്ങുന്നത്. അത് തലമുറകളിലൂടെ സംക്രമിച്ച് പരമ്പര ആത്മീയ വളർച്ച നേടി ലോകം മുഴുവൻ പ്രഭാവം നേടും. ഇത് കലിയുഗ ആരംഭമേ ആയിട്ടുള്ളൂ. ഈ യുഗത്തിൽ തന്നെ ജഡമോഹങ്ങളിൽ കുരുങ്ങാത്ത പൂർണ്ണമായും ആത്മാന്വേഷികളായ മനുഷ്യാത്മകളാൽ ഉലകം നിറയും. അപ്പോൾ മാത്രമാണ് ഈ കാലാന്തര ഗുരുവിൻ്റെ വരവിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരു പരിണാമം സമൂഹത്തിൽ കെട്ടിപ്പടുക്കേണ്ട കർമ്മം നമുക്കായി ദൈവം തന്നിരിക്കുന്നു. അതിൻ്റെ ആധാരശിലകളാണ് നമ്മൾ ധന്യരാണ്. അപ്പോൾ ഇത് ഈ ലേഖനം ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗൗരവമാണ് മനസ്സിലാക്കി ഇത്തരം കാര്യങ്ങളാണ് ഈ ആശയപരമായിട്ട് ശാന്തിഗിരിയുടെ ആശയം എന്ന് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞ് കൊടുക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ ഈ സംസാരിക്കുന്നത് കേട്ട് ആരും ഒന്നും മനസ്സിലാകുന്നില്ല. സത്യം പറയാലോ, നിങ്ങളെന്താ പറയുന്നത് നിങ്ങൾക്ക് തന്നെ അറിയോ? നിങ്ങൾക്കിപ്പോൾ ഇതൊന്നുമല്ല കാര്യം. നിങ്ങൾക്ക് എന്താ കാര്യം? നിങ്ങൾക്ക് ഈ ശിഷ്യബുദ്ധിനെ ഗുരുവാണെന്ന് പറഞ്ഞ് സ്ഥാപിക്കണം. അത് നിങ്ങളെന്തെല്ലാം ഫുൾ ടൈം ഒരു ഫുള്ള് ഇരുന്ന് പറഞ്ഞാലും മരിക്കോളം പറഞ്ഞാലും അത് നടക്കുന്ന കാര്യമല്ല. അത് പ്രപഞ്ച സൃഷ്ടിയിൽ അങ്ങനെ സംവിധാനം ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ശാന്തിഗിരി ആശയത്തെ സ്നേഹിക്കും, ഗുരുവിൻ്റെ ആശയത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഗുരുവിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള ശ്രമം ഇനിയെങ്കിലും തുടങ്ങുക. ഗുരുവാണിയിൽ കൂടിയാണ് നമ്മൾ അറിയുന്നത്, ഗുരുവിൻ്റെ ആശയം അറിയുന്നത് ഗുരുവാണിയിൽ കൂടിയാണ്, ഗുരു സംസാരിച്ചതിൽ കൂടിയാണ്. അപ്പോൾ അതെടുത്ത് വെക്കാതെ നിങ്ങൾ മാധവാചാര്യൻ്റെ ഏതൊക്കെ ആചാര്യം ഓഷോചാരിച്ച് അങ്ങനെ കാര്യങ്ങളിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ സകല അറിവും സമ്മേളിച്ചിരിക്കുന്നു. ഇതിലപ്പുറത്തേക്കില്ലേ കോവിലുകളെല്ലാം ഒതുങ്ങുന്ന കോവിലുകൾ ഇല്ലേ? അതാണ് ഇവിടെ. അതിലപ്പുറത്തേക്ക് പറഞ്ഞത് നിങ്ങൾ ഇവിടെ വളരെ സിമ്പിൾ ലളിതമായിട്ട് മാസികയിൽ പറഞ്ഞിരിക്കുന്നു. വൈകിലെ കുറഞ്ഞ ഭാഗം വായിക്കാം. ഗുരുവാണി, നമ്മൾ ഇത് ഒന്നേ എന്ന് എടുക്കുകയാണ്. ദൈവം തരുന്ന വകയാണ് അതിനടിസ്ഥാനം. ഇതിൽ ഒരിക്കലും കറുപ്പ് വന്നുകൂടാ. ഇതുവരെ ഉള്ളതൊന്നും ഇല്ലാത്തതല്ല, എല്ലാം ഉള്ളത് തന്നെ. നമ്മൾ അതിൻ്റെ തൂക്കത്തോളം സമ്മതിക്കുന്നു. പക്ഷേ അതിൻ്റെ പുറകെ നമ്മൾ പോകുന്നില്ല. ഇന്നത്തെ ബ്രാഹ്മണൻ ചണ്ടാളൻ്റെ പ്രവൃത്തി ചെയ്യുന്നു എന്ന് വെച്ചാൽ നമ്മൾ എവിടെ പോയി തപ്പും? ഇന്നത്തെ ചണ്ടാളൻ ഒരു പുതിയ കോമാളി കണ്ടുപിടിച്ച് അതിൽ കൂടി വന്നാൽ നമ്മൾ എന്തു ചെയ്യും? ഇതിൽ നമുക്ക് ചിന്തിക്കാൻ കാര്യമുണ്ട്. വെറുതെ ചിന്തിക്കാതെ പോയാൽ പഴയ തല്ല് ആവർത്തിക്കലായിരിക്കും ഫലം. ഇത് രണ്ടും നമ്മൾ കാണണം. എന്നിട്ട് ദൈവമായിട്ട് നമുക്ക് കിട്ടിയ മാർഗത്തെ എങ്ങനെ തെറ്റിക്കാതെ കൊണ്ടുപോകാനൊക്കും എന്ന് നല്ലപോലെ വശമായിരിക്കണം.
ഒരു ഇവിടെ ചണ്ടാളൻ ബ്രാഹ്മണൻ എന്നൊക്കെ പറയുന്നത് കർമ്മത്തെ സംബന്ധിച്ചാണ്. അത് ഏതെങ്കിലും ജാതിപരമായിട്ടല്ല പറയുന്നത്. കർമ്മം ഏറ്റവും മോശമായ ഒരു കർമ്മം ചെയ്ത് അത് ആര് ചെയ്ത് അവൻ ചണ്ടാളനാണ്, അല്ലാതെ പഴയ ജാതി സമ്പ്രദായം പറയല്ല. അതുപോലെ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ഈ ജാതിയെ കുറിച്ചല്ല, ബ്രഹ്മജ്ഞാനീയധികരാണ്, ദൈവ സങ്കല്പം അറിയുന്നവനാണ് ബ്രാഹ്മണൻ. അത് ഒരു ശ്ലോകം നോക്കട്ടെ. എന്താണ്? സമർപ്പണ മന്ത്രത്തിലാണ്. ഓം സസ്യ പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹീം മഹീഷ ഓ ബ്രാഹ്മണദ്വേ ശുഭസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ പ്രജകൾക്കും ന്യായമായ മാർഗത്തിൽ കൂടി ഭൂമിയെ പരിപാലിക്കുന്ന മഹീശന്മാർക്കും ഭരണകർത്താക്കൾക്കും പശു മുതൽ ബ്രഹ്മജ്ഞാനികൾ വരെയുള്ളവർക്കും എല്ലാ ദിവസവും ശുഭമായി വരട്ടെ, എല്ലാവരും ലോകം ശുഭമായി വഹിക്കട്ടെ. ഇത് ഏതെങ്കിലും വിഭാഗത്തെ അല്ലെങ്കിൽ ഇത് മനുഷ്യരാശി മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, ഏത് ജാതിവർത്തനെ പറഞ്ഞിരിക്കുന്നില്ല. ഇവിടെ ബ്രഹ്മജ്ഞാനി എന്നൊരു ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ജാതി ബ്രാഹ്മണനല്ല, അറിവുള്ളവനാണ്. ജ്ഞാനം ദാനധർമ്മ അറിയുന്ന ആ കർമ്മശുദ്ധി ഏറ്റവും കൂടിയാണ് ബ്രഹ്മജ്ഞാനി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പശു മുതലെന്ന് പറയും, പശു എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ പാല് കറക്കുന്ന പശു എന്നല്ല ഉദ്ദേശിക്കുന്നത്, മൃഗാദികളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അത് സകലതും ഈ ലോകം മുഴുവൻ സകലതും ഗുരുവിൻ്റെ അല്ലെങ്കിൽ ദൈവസൃഷ്ടിയാണെങ്കിൽ സകലർക്കും നന്മ വരട്ടെ, സകലവും സ്വസ്ഥമായിരിക്കട്ടെ എന്നാണ് പറയുന്നത് ആ മന്ത്രത്തിൽ. അപ്പോൾ ഏതൊരു മന്ത്രമായാലും പ്രാർത്ഥനയായാലും അത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് ആളുകൾക്ക് വേണ്ടിയല്ല. അത് മന്ത്രങ്ങൾ നോക്കിയതാ കാലേഷു വർഷതു പർജന്യ പൃഥ്വി സസ്യശാലിനി ദേശായാം ക്ഷോഭരഹിത ബ്രാഹ്മണ സന്തു നിഭായ എന്ന് പറഞ്ഞാൽ കാലാകാലങ്ങളിൽ മഴ പെയ്യട്ടെ, ഈ ഭൂമി സസ്യശാലിനമായി തീരട്ടെ, ഈ ദേശം ക്ഷോഭരഹിതമായി തീരട്ടെ, ബ്രഹ്മജ്ഞാനികൾ നിർഭരായിരിക്കട്ടെ. ബ്രഹ്മജ്ഞാനി എന്ന് പറഞ്ഞാൽ ഈ ഗുരുക്കന്മാരെ പോലെയുള്ള ആത്മജ്ഞാനികൾ, അവർക്ക് ഭയം ഉണ്ടാകാൻ പാടില്ല. ഇപ്പം അവരെ ഭയമാണ് അവർക്ക് സത്യം പറയാൻ. പിന്നെ അതുപോലെ ഓം സർവേഷാം സ്വസ്തിർഭവതു സർവേഷാം ശാന്തിർഭവതു സർവേഷാം പൂർണ്ണം ഭവതു സർവേഷാം മംഗളം ഭവതു. എല്ലാവർക്കും സ്വസ്തി ലഭിക്കട്ടെ, എല്ലാവർക്കും ശാന്തി ലഭിക്കട്ടെ, എല്ലാവർക്കും പൂർണ്ണം ലഭിക്കട്ടെ, എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ, സകലർക്കും മംഗളം ഭവിക്കട്ടെ. അവിടെ യാതൊരു വേർതിരിവില്ല. പിന്നെ എവിടുന്നാണ് ഈ വേർതിരിവ് വന്നത് എന്നുള്ളതാണ് അന്വേഷിക്കേണ്ടത്. അത് ഏത് താല്പര്യക്കാരാണ്? ദൈവത്തെ സംബന്ധിച്ച് ഒരു ഇതില്ല, വേർതിരിവ് ആരോടില്ല. ശിവകാരികളുടെ ഇതെല്ലാം സകലതും ഗുരുവിൻ്റെ ദൈവത്തിൻ്റെതാണെന്നുള്ള സങ്കല്പം. അപ്പോൾ ഏതൊരു മന്ത്രത്തെടുത്തു പരിശോധിച്ച് ആചാര്യന്മാരെ മന്ത്രം പരിശോധിച്ചാലും അവിടെ നമുക്ക് വേർതിരിവ് കാണാൻ കഴിയും. പിന്നെ എവിടുന്ന് ആര് കുത്തിക്കയറ്റി എന്നുള്ളതാണ് അന്വേഷിക്കേണ്ടത്. സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കച്ചിത് ദുഃഖമാ ഭവേത്. എല്ലാ ആളുകളും സുഖമുള്ളവരായി ഭവിക്കട്ടെ, എല്ലാ ആളുകളും വിഷമങ്ങളില്ലാത്തവരായി തീരട്ടെ, എല്ലാവരും സുരക്ഷിതരായിരിക്കട്ടെ, ദുഃഖമില്ലാത്തവരായി തീരട്ടെ അല്ലേ. ഓം സഹനാഭവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. അപ്പം ഇങ്ങനെ ശാന്തി മന്ത്രങ്ങളൊന്നും തന്നെ എല്ലാവരും ഒരുമിച്ച് എല്ലാവരും ചേർന്ന് എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ ഗുരു തന്നെ പറയില്ലേ, എൻ്റെ കാര്യങ്ങൾ എല്ലാവരും ചേർന്ന് ചെയ്യണം, എല്ലാവർക്കും വേണ്ടിയിട്ടാണ്, സകലവും എല്ലാവർക്കും എല്ലാം കിട്ടണമെന്നാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. അപ്പം നേരത്തെ വായിച്ചതിൻ്റെ ബാക്കിയാണ് അവിടെ നമുക്ക് പോയത്. സാഹിത്യം 2-3 രീതിയിൽ വന്നിട്ടുണ്ട്. ശാക്തേയവും ശൈവവും വൈഷ്ണവും ഇവ കഠോരമായി എതിർത്ത് നിൽക്കുകയാണ്. ജ്ഞാനമുഖം അല്ലെങ്കിൽ നാൻമുഖം എന്ന് പറയുന്ന ഭാഗം ശക്തി പ്രാപിക്കാതെ നിൽക്കുന്നു. ബ്രഹ്മത്തിന് പകരം സൃഷ്ടിജ്ഞാനം പകർന്നു കൊടുക്കേണ്ടത് നാൻമുഖനാണ്. ആ മുഖം നുള്ളിക്കളഞ്ഞു എന്നാണ് ഇവിടുത്തെ സാഹിത്യം പറയുന്നത്. അതെങ്ങനെ നുള്ളിക്കളഞ്ഞാൽ പോകുന്നതാണോ ജ്ഞാനം? ഇത് നമ്മൾ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കിയിട്ട് ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, തുരീയം, തുരിയാതീതം എന്ന ദർശന വിധാനത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന കർമ്മം എന്താണെന്ന് നമ്മൾ കാണണം. ഈ സാക്ഷാൽ ദർശനത്തിൽ കിട്ടിയ വക പഞ്ചഭൂതങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ, പഞ്ചകോശങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് ജീവനും പരനുമായി പകർന്നു പ്രവർത്തിച്ചു എന്നാണ് സിദ്ധാന്തം പറയുന്നത്. ഈ ചതുർയുഗങ്ങളുടെ കണക്കില്ലാതെ, കാലാന്തര വിശേഷത്തിൻ്റെ അറിവില്ലാതെ എങ്ങനെ പ്രവർത്തിപ്പിച്ചു? കലികാലത്തിൽ എന്ത് വിരിഞ്ചന നാൻമുഖൻ വെളിയിൽ കാണിക്കാത്തത് കൊണ്ട് ഇങ്ങനെ വേദങ്ങൾ കുഴഞ്ഞു. ബ്രഹ്മത്തിൻ്റെ സ്ഥാനത്ത് കൈകാര്യം ചെയ്തു വന്ന നാൻമുഖനെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റ് 3 മുഖങ്ങളുമായിട്ട് പ്രവർത്തിച്ചിരിക്കുന്നു. അതായത് ബ്രഹ്മ, വിഷ്ണു, ശിവ എന്നുള്ളത്. ഇത് ഞാൻ
പറഞ്ഞില്ലേ അത് എൻ്റെ തെറ്റായിട്ട് വരും. എന്നോടൊപ്പം നിന്ന് എൻ്റെ സമകാലികരായി പ്രവർത്തിക്കുന്ന നിങ്ങൾ പാവങ്ങളാകാം, സാധുക്കളാകാം, നല്ലവരാകാം, കെട്ടവരാകാം. പക്ഷേ നിങ്ങളിൽ നിന്ന് നല്ലതല്ലാതെ ഒന്നും പുറപ്പെടാൻ പാടില്ല. പുറപ്പെട്ടാൽ എനിക്കും നിങ്ങൾക്കും ഇനി വരാൻ പോകുന്ന തലമുറകൾക്കും കഴിഞ്ഞുപോയ അബദ്ധത്തിൻ്റെ പിൻഗാമികളായി പ്രവർത്തിക്കേണ്ടി വരും. ഇത് ചെറിയ കാര്യമായി കാണാതെ നിങ്ങളുടെ ജീവനും മാംസവും കൊടുത്ത് ഈ കർമ്മത്തെ രക്ഷിച്ചെടുക്കണം. അത്രയും ഗൗരവത്തിലാണ് ഗുരുവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതൊരു വലിയ വിഷയമാണ്. ശാസ്ത്രം പൊക്കിയെടുത്ത് ഇതിനെ പുറത്തു കൊണ്ട് വയ്ക്കരുത്. ഈ ശാസ്ത്രവുമായി നമുക്ക് ബന്ധമില്ല. നമ്മൾ പ്രത്യേകിച്ച് ഒരു ശാസ്ത്രം സൃഷ്ടിക്കുകയാണ്. എങ്ങനെ? ഇപ്പോൾ ഉള്ള കർമ്മശേഷിയെ മൊത്തം നമ്മൾ പിടിക്കുകയാണ്. ഈ കർമ്മശേഷി മൊത്തം പിടിച്ചിട്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ത്രിമൂർത്തി സമ്പ്രദായം, ദേവേന്ദ്ര പദവി, പരാശക്തി പദവി, ഗണങ്ങളുടെ പദവി, 27 നക്ഷത്രം ഇവ കൊണ്ടുണ്ടായ കർമ്മചക്രമാണ് ഇന്ന് ശക്തിപ്പെട്ടു നിൽക്കുന്നത്. 27 നക്ഷത്രം എന്നാണ് പറയുന്നത്. പിന്നെ ഈ ആകാശത്തിൽ ഇത്രയും നക്ഷത്രങ്ങൾ ഉണ്ടായതെങ്ങനെ? കോടിക്കണക്കിന് നക്ഷത്രങ്ങളില്ലേ? അപ്പോൾ ഈ 27 നക്ഷത്രത്തിൻ്റെ കണക്ക് മാത്രം പറഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുക? ഇത്രയും ഇന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള കണക്ക് വെച്ച് എണ്ണിത്തുലയ്ക്കാൻ കഴിയാത്ത ഈ നക്ഷത്ര കൂട്ടങ്ങളെ വകവയ്ക്കാതെയാണ് ഈ ശാസ്ത്രം പോയിരിക്കുന്നത്. ഈ സമ്പ്രദായത്തിൽപ്പെട്ട ശാസ്ത്രങ്ങളിലൊന്നും ഈ കണക്കിനെ പ്രവേശിപ്പിച്ചിട്ടില്ല. ഈ ഋഷിക്ക് അങ്ങോട്ട് കടക്കാനും വയ്യ. അങ്ങനെ കടക്കാൻ വയ്യാതെ നിൽക്കുകയാണ്. ഇതാണ് യോഗീശ്വരൻ. ഈ ആത്മാക്കൾ ഈ കർമ്മശേഷിയെ കടന്നു പോകാൻ നിവൃത്തിയില്ലാതെ നിൽക്കുകയാണ്. ജീവിതവും കർമ്മവും മറ്റു നിൽക്കുന്നത് പോലെയാണ് ഈ ആത്മാക്കൾ നിൽക്കുന്നത്. ഈ ആത്മാക്കളെ എങ്ങനെ നമ്മൾ ഭൂമിയിൽ വരുത്തും? ഇതാണ് നമ്മുടെ വിഷയം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷയം നമ്മൾ എത്ര ജന്മം എടുത്തിട്ടുണ്ടോ അതിലേറ്റവും വലുത്. ശാന്തിയെ സംബന്ധിച്ച് ഗുരുവിൻ്റെ ആശയം മനസ്സിലായില്ല ഏകദേശം. അപ്പോൾ ഇതിൽ ചെറുപ്പക്കാരെ ആണ്, യുവതി യുവാക്കളെയാണ് ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് ആ ഭാഗ്യനികായമായിരിക്കുന്ന കർമ്മത്തിലേക്ക് ഗുരു സങ്കല്പിക്കുന്നത്, ആശ്രയിക്കുന്നത്. അപ്പോൾ അതിന് എങ്ങനെ വളർത്തിയെടുക്കും? കുഞ്ഞുങ്ങളെ ഏറ്റവും അടിയിൽ തുടങ്ങി വളർത്തിയെടുക്കണം പറയുന്നത്. ആ ഒരു കർമ്മം ഗുരുവിൻ്റെ ആശയം എന്ന് പറയുന്നത് അതിൻ്റെ ബേസ് പറഞ്ഞു കൊടുക്കണം. അതല്ലാതെ ഇവിടെ എന്താണ് ഈ വിശദീകരിച്ച് കൊടുക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട്. അപ്പം അത് ലളിതമായ ഭാഷയിൽ ആ രീതിയിൽ അവരെ വിളിച്ച് സംസാരിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു ഓരോരുത്തരെയും. ആ രീതി ഇപ്പോൾ ഉണ്ടോയെന്നറിയില്ല. ഉണ്ടെങ്കിൽ തന്നെ അതിലൊരു വിഷയം വരുന്നത് ഈ ഒരു പറഞ്ഞു കൊടുക്കുന്ന ആൾക്കൊരു യോഗ്യത വേണം. മാത്രമല്ല ഈ ഗുരുപൂജ എന്നുള്ള കർമ്മം, ഈ പിതൃശുദ്ധി എത്രയോ യുഗങ്ങളായി ജന്മാന്തരമായി വന്നു പോയിച്ച നമ്മുടെ ജീവനിലെ ദോഷങ്ങളെ മാറ്റുന്ന ഒരു കർമ്മമാണ് പിതൃശുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പിതൃശുദ്ധി ഗുരു ചെയ്തു കൊടുത്തിരുന്നത് ഗുരുവിൻ്റെ സങ്കല്പത്തിലാണ് പിതൃക്കളെ മോചിപ്പിച്ചിരുന്നത്. നന്മയുള്ള സന്താനങ്ങൾ പിതൃക്കൾ സന്താനങ്ങളായി വന്ന് ജനിക്കണം, അവരെ വീണ്ടും നന്മയിൽപ്പെടുത്ത് വീണ്ടും അവർക്ക് നല്ല അങ്ങനെ അവർ ശുദ്ധമായി ജീവിച്ചു പോകണമെന്നാണ്. അപ്പോൾ ഇപ്പോൾ എങ്ങനെ ഈ ഗുരുപൂജ അല്ലെങ്കിൽ ഗുരുശുദ്ധി ചെയ്യുന്നുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ ആർക്ക് ഗുരു ചെയ്യണ ആ ശേഷിത്തുള്ളൂ. അത് ഗുരുവിന് മാത്രമേ ആ അധികാരം കിട്ടിയിട്ടുള്ളൂ ഗുരുപൂജ ചെയ്യാൻ. വേറെ ആർക്കും ശിഷ്യന്മാർക്കൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ ആരാ ഗുരുപൂജ ചെയ്യുന്നുണ്ടോ? അപ്പോൾ അവിടെ തെറ്റിദ്ധാരണ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഗുരുപൂജ ചെയ്ത് കൊടുക്കും പറയുന്നത്. ആര് ചെയ്ത് കൊടുക്കും? ബ്രഹ്മത്തിൽ നിന്ന് അനുവാദം കിട്ടി ബ്രഹ്മശ്രീ കരുണാഗുരുവിന് മാത്രം. ആ ഗുരുവിനെ എങ്ങനെ ഗുരുപൂജ ചെയ്ത് കൊടുക്കും? നമുക്ക് നേരിട്ട് ഗുരുവിനോട് ചോദിക്കാനും പറയാനുള്ള അവകാശം ഓരോ മനുഷ്യ വിശ്വാസികൾ തന്നിരിക്കുന്നു. അവിടെ ഒരു മീഡിയേറ്റർ അവിടെ ഇല്ല. ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും ഗുരുവിനെ വിശ്വസിക്കുക എല്ലാവർക്കും ഗുരുവിനെ പ്രാർത്ഥിക്കുകയും ഗുരു നിർദ്ദേശിച്ച രീതി പിന്തുടരുകയും ചെയ്താൽ ഓട്ടോമാറ്റിക്കലായി ആ ഗുരുവിൻ്റെ വാക്കനുസരിച്ച് പിതൃശുദ്ധി തനിയെ വന്നോളൂ. അല്ലാതെ ആരെങ്കിലും അവിടെ ഇരുന്ന് വേറെ ആരെങ്കിലും സങ്കല്പിച്ചിട്ട് പിതൃശുദ്ധി ഒന്നും നടക്കൂല. അത് ആരാണ് ഇത് ഉടായ്പ കളിക്കുന്നത്? ഉടായ്പ കൊണ്ട് നേടിയെടുക്കുന്ന ഒരു കർമ്മമല്ല ശാന്തിരിയെ വേണ്ടത്. അത് നിങ്ങൾ ന്യായീകരിച്ച് കാര്യമില്ല. ഞാൻ തന്നെ ഭരിക്കും, ഞാൻ തന്നെയാണ് കാലാന്തര ഗുരുവല്ലേ. അപ്പോൾ ഗുരുവിനോട് നേരിട്ട് ഗുരു പറയാറില്ല നിങ്ങൾ ആശ്രമത്തിൽ വന്നു പോയിട്ട് വെറുതെ വന്നു പോയിട്ട് കാര്യമില്ല. നിങ്ങൾ ഇവിടെ വന്നിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ എടുത്ത് ഇത് ഒരു 3 മാസം കൊണ്ട് നമ്മളൊരു ഘട്ടത്തിലെത്തണം. അതുപോലെ ഒരു 3 വർഷം കൊണ്ട് നമ്മൾ എടുക്കേണ്ട ശേഷി തന്നാൽ ആ മനസ്സിലോ ആ ഉറപ്പോടുകൂടി വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഗുരുവിന് അനുസരിച്ച് പോയി കഴിഞ്ഞാൽ 3 വർഷം കൊണ്ട് നമുക്കൊരാളെ കണ്ടാൽ അയാളെ പറ്റി മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം എന്ന് പറയുന്നത്. അയാളെ മനസ്സിലെന്താണ്, അയാൾ ആരാണ്, എന്താണെന്ന് മനസ്സിലാക്കാൻ ശേഷിത്വം നേടുന്ന ഓരോ വിശ്വാസികളും പറയുന്നു. ഇതൊന്നും കേട്ടിട്ടില്ല. ഇത് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ആർക്കാ സാധിക്കുക? ഇന്ന് സന്യാസിമാർക്ക് പോലും സാധിക്കുന്നില്ല. മുമ്പൊക്കെ നേരത്തെ പോയി ആശ്രമത്തിൽ പോയി കഴിഞ്ഞാൽ സന്യാസിമാർക്ക് മനസ്സിലാകുമായിരുന്നു. ഒരാളെ കണ്ടാൽ ആരും എന്തിനു വന്നു, എങ്ങനെ വന്നു, അവരുടെ എന്താണ് ഉദ്ദേശം, വിഷമം എന്താണെന്നൊക്കെ. ആ രീതിയിലേക്ക് ഓരോ മനുഷ്യരും ഗുരുവിൻ്റെ വിശ്വാസികൾ, ഗുരുവിൻ്റെ ഭക്തന്മാർ, ശിഷ്യന്മാർ വളർന്നു വരണം. ആ സങ്കല്പം ഗുരുവിൻ്റെ നിന്നിട്ട് അതൊക്കെ കളഞ്ഞിട്ട് തോട്ട് കളഞ്ഞിട്ട് ഉടായ്പ കളിച്ചിട്ട് ശിഷ്യപതി ഗുരുവാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക.
കഷ്ടം. എന്തായാലും ശാന്തിക ആശ്രമത്തിൻ്റെ അടിസ്ഥാന ആശയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആശ്രമത്തിൽ വരുന്ന പബ്ലിക്കേഷനിലൊക്കെ വരുന്ന കാര്യങ്ങളാണ്, വായിക്കാം. തങ്ങളുടെ സന്താനങ്ങൾക്ക് നല്ല അറിവും ബുദ്ധിശക്തിയും ആരോഗ്യവും ആയുസ്സും ഉണ്ടായിരിക്കണമെന്നാണ് എല്ലാ മാതാപിതാക്കളുടെയും ആഗ്രഹം. എന്നാൽ അധികം പേർക്കും ഈ ആഗ്രഹം സഫലമാകാറില്ല. എല്ലാവരും ആഗ്രഹിക്കുന്നത് നല്ല മക്കളിലാണല്ലോ ആഗ്രഹിക്കുക, ആർക്കും മോശം ചിന്തിക്കില്ലല്ലോ. പക്ഷേ സംഭവിക്കുന്നത് അങ്ങനെ സംഭവിക്കാറ് എന്തുകൊണ്ട്? എങ്ങനെയെങ്കിലും ഒരു സന്താനം ഉണ്ടായാൽ മതിയെന്ന് വിചാരിക്കുന്നത് നല്ലതല്ല. നല്ല സന്താനം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ആദ്യമായി ചെയ്യേണ്ടത് സ്ത്രീ ചിത്തം ഭദ്രമായി സൂക്ഷിക്കാൻ യത്നിക്കുകയാണ്. തൻ്റെ സകല സുഖങ്ങൾക്കും നന്മകൾക്കും കാരണം ഭർത്താവിൻ്റെ നന്മയാണ് എന്നുള്ള വിശ്വാസത്തോടുകൂടി ചാരിത്രം പരിപാലിച്ച് സ്ത്രീകൾ ജീവിക്കേണ്ടതാണ്. ഇതിലേക്ക് പ്രധാനമായിട്ട് വേണ്ടത് മനസംസ്കരണമാകുന്നു. മനസ്സിന് ലഭിക്കുന്ന പരിശുദ്ധിയും സംസ്കാരവും സ്ത്രീയുടെ ശാരീരിക ശുദ്ധിയും അടിസ്ഥാനമായി പരിഗണിക്കേണ്ടതാണ്. പാവനമായ ശരീരത്തെ രക്താഭിസൃഷ്ടി മറ്റു പ്രകോപനങ്ങൾക്ക് വശംവദയാകാതെ ശാന്തവും നിർമ്മലവുമായി സൂക്ഷിക്കേണ്ടതാകുന്നു. ഇങ്ങനെ പരിണമിക്കുന്ന രക്തത്തിലെ രക്തബീജങ്ങൾ നിഷ്കളങ്കവും ഗുണപൂർണവുമായ സന്താനങ്ങളായി ചമയുന്നതാകുന്നു. തൻ്റെ സന്താനം സ്വഭർത്താവിൻ്റെ ആകൃതിയായിരിക്കണമെന്നുള്ള ഇച്ഛ സന്താനത്തിന് അനുകൂലമാക്കുന്നതാകുന്നു. ഭർത്താവ് രൂപനോ വിരൂപനോ ആയിരുന്നാലും അവനെ പോലെയുള്ള സന്താനലബ്ധിയാണ് സ്ത്രീയെ മാന്യമായ പദവിക്ക് അർഹയാക്കുന്നത് എന്ന് സിദ്ധവൈദ്യത്തിലെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹർഷിമാരും വൈദ്യപണ്ഡിതന്മാരും രേഖപ്പെടുത്തിയുള്ള രേഖകളിൽ ബുദ്ധിമാനും യശസ്സും ദീർഘായുസ്സുമുള്ള കുഞ്ഞുങ്ങളുടെ ഉൽപാദന സമയം പൗർണമി രാവിൽ പുലർച്ചെ 3 മണിക്കും 5 മണിക്കും മധ്യേയുള്ള ബ്രാഹ്മമുഹൂർത്ത സമയമാകുന്നു. അപ്പോൾ ഇതാ സമയം എന്ന് പറഞ്ഞാൽ നല്ല സമയം എന്ന് പറയുന്നത് എല്ലാത്തിനും നല്ല സമയം നോക്കാറുണ്ട്. വീടിന് പിന്നെ തറയിടാൻ നല്ല സമയം നോക്കും, കട്ടിൽ വെക്കാൻ നല്ല സമയം നോക്കും, ഒരു ഷോപ്പ് തുടങ്ങാൻ നല്ല സമയം നോക്കും, കല്യാണത്തിന് നല്ല സമയം നോക്കും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അവിടെ ആ സമയം നോക്കാറില്ല. തോന്നിയ പോലെ ആർക്കും അറിയില്ല. തോന്നിയ സമയത്ത് അത് സന്ധ്യയായാലും വേണ്ടില്ല, പകലായാലും വേണ്ടില്ല, ഇതൊന്നും ചെയ്യരുത്. ഇതിനൊക്കെ നിഷ്കർഷ ഗുരുക്കന്മാർ കൊടുത്തിട്ടുണ്ട്, ഒരു കാര്യകാരണ സഹിതം ഓരോ സമയത്തിൻ്റെ ദോഷവും ഗുണമൊക്കെ. അപ്പോൾ ഇവിടെ മാത്രം സമയം നോക്കില്ല, തോന്നിയവർ കൺട്രോൾ ഇല്ലാണ്ട് പോവുകയാണ്. അതാണ് ഈ കുഴപ്പം യഥാർത്ഥത്തിൽ. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ അന്ധവിശ്വാസം എന്നൊക്കെ പറയും, ആക്കട്ടെ, അന്ധവിശ്വാസം അങ്ങനെ കൊണ്ടു നടക്കട്ടെ. എന്തായാലും നമ്മൾ കിട്ടിയ ആചാര്യന്മാരിൽ നിന്ന് കിട്ടിയ അറിവാണ് ഇവിടെ പറയുന്നത്. പാരമ്പര്യ നിയമം അനുസരിച്ച് ആർത്തവകാലം 7 ദിവസം കഴിഞ്ഞുള്ള വെള്ളവസ്ത്രവും വെള്ളപ്പൂവും ചൂടി ചിതാരത്തോട്ട് സ്വന്തം ഭർത്താവിനെ ചെന്ന് കാണേണ്ടതാകുന്നു. എന്നുവെച്ചാൽ ഇത് മനുഷ്യർക്ക് മാത്രമുള്ള പ്രത്യേകമാണ് തോന്നുമ്പോൾ, അതായത് മറ്റെല്ലാ ജീവികൾക്കും അതിൻ്റേതായ പ്രജനന കാലവും കാട്ടപ്പെട്ടുണ്ട്. ആ സമയത്ത് മാത്രമേ സന്താനോൽപാദനം സാധിക്കുള്ളൂ. സിംഹപ്രസവം കിട്ടില്ല. അപ്പോൾ ഓരോ ജീവിക്കും. മനുഷ്യനത് ഈ പ്രകൃതി നിയമം തെറ്റിക്കുന്നതിന് കൊണ്ടുള്ള ദോഷങ്ങളായിരുന്നു. അതിന് വേറെ ദൈവത്തിനെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ ഭർത്തൃസംഗമാകും ഇച്ഛിക്കുന്നവളായിട്ട് ആകസ്മാനന്തരം ആദ്യമായി ഭർത്താവിനെ കാണുന്നുള്ളത് സനാതന തത്വമാകുന്നു. സ്ത്രീകൾക്ക് ആർത്തവകാല ഇതാവശ്യം ലഭിക്കുന്ന ഒരു ഘട്ടമാകുന്നു. ആ അവസരത്തിൽ അന്യപുരുഷരവും ദൃഷ്ടിപഥപ്പെടുന്നത് ആകർഷമായ വയോധം രക്തത്തിൽ കടന്നുകൂടുവാൻ സംഗതിയാകുന്നു. ഋതുസ്നാനകാലത്ത് നിർമ്മലമായിരിക്കുന്ന ജനിക്കുന്ന അനുരാഗ വികാരം ആദ്യമായി ദൃഷ്ടിപഥത്തിൽ പെടുന്നവൻ്റെ രൂപപരമാണ് ആകർഷിക്കുന്നതും തൽക്കാലം പതിഞ്ഞുപോയ ആ രൂപം മാഞ്ഞുപോകാതെ ദൃഢമായി പതിഞ്ഞ് മനസ്സിൽ സദാ നിലനിൽക്കുന്നതും തുച്ഛമായ ശരീരധർമ്മമായി പ്രവർത്തിക്കുന്ന വിദ്യശക്തിഭേദവും ആ ശക്തിയിൽ ലയിച്ച് തദ്വാര ഗർഭശിശു പരിണമിക്കുന്ന ശിശുവിൻ്റെ രൂപമായി ചമയുന്നതാകുന്നു. ഇങ്ങനെയാണ് ശിശുവിൻ്റെ സൃഷ്ടി ഉണ്ടാകുന്നത്. ഇതിനാലായിരിക്കണം പരിശുദ്ധമായ വിചാരത്തോടു കൂടി ഭർത്തൃമുഖത്തെ തന്നെ ആദ്യമായി കാണണമെന്ന് സിദ്ധവൈദ്യത്തിലെ വൈദ്യ പണ്ഡിതന്മാർ സിദ്ധാന്തമായി ഉപദേശിച്ചത്. ഭർത്തൃരൂപത്തിൽ നിന്നും വിഭിന്നമായ രൂപത്തിൽ ശിശുക്കൾ ജനിക്കുന്നതിനുള്ള കാരണവും ഇപ്പോൾ വ്യക്തമാണല്ലോ. ആർത്തവദോഷം നിമിത്തം വന്ധ്യയായാലും ഗർഭധാരണത്തിനുള്ള ഔഷധങ്ങളും ഗർഭം പ്രസവിച്ചോടൻ ശിശു മരിച്ചു പോകുന്നവർക്കും അല്പായുസ്സുള്ള ശിശുക്കളെ പ്രസവിക്കുന്നവർ സ്ത്രീപജയെ മാത്രം പ്രസവിക്കുന്നു. അതിനു നിവാരണമായി സിദ്ധൌഷധവിധി പ്രകാരമുള്ള ഔഷധങ്ങൾ സേവിച്ചാൽ സുന്ദരന്മാരും സുഗുണന്മാരും യോഗ്യന്മാരെ പുത്രന്മാരെ ജനിപ്പിക്കാം. സ്ത്രീകൾക്ക് ആർത്തവദോഷം എന്ന പോലെ പുരുഷന്മാർക്ക് ദോഷവുമുണ്ട്. സ്ത്രീയുടെ ഗർഭകോഷ്ടം എത്ര നിർമ്മലമായിരുന്നാലും ശുക്ലദോഷമുള്ള പുരുഷനിൽ നിന്ന് സന്താനം ലഭിക്കുന്നത് നിഷ്ഫലമാകുന്നു. അപ്പോൾ സ്ത്രീയും പുരുഷനും ഒരുപോലെ ഈ ശുദ്ധി പാലിച്ചിരിക്കണം. മദ്യത്തിനും മയക്കുമെന്ന് അടിമയാകുന്നതുകൊണ്ട് ആഹാര വ്യത്യാസങ്ങൾ കൊണ്ട് ചെറുപ്പത്തിലെ വിഷയത്തിൽ അറിഞ്ഞിരിക്കുന്നത് കൊണ്ടും പ്രകൃതി വിരുദ്ധ വൃത്തികൾ കൊണ്ടും ഈ നഷ്ടം നേരിടാറുണ്ട്. ഗർഭിണി അതിസാരം പ്രമേഹവും മൂത്രാശയങ്ങളും എന്നീ രോഗങ്ങൾ ദശയെത്തുമ്പോൾ ശുക്ലാണു രക്ഷിച്ചു പോകാറുണ്ട്. ആവക രോഗങ്ങൾ, അതായത് ജീവിതത്തിൽ വളരെ സൂക്ഷിച്ച് ജീവിക്കണം എന്നാണ് പുരുഷനായാലും. അതാണ് പറയുന്നത്. ആർത്തവദോഷമുള്ള സ്ത്രീകൾ ആർത്തവദോഷം ചികിത്സ ഭേദപ്പെടുത്തണമെന്ന് മേൽപ്പറഞ്ഞ സന്താനം ലഭിക്കേണ്ട കാര്യങ്ങളാണ് ഈ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇത് പറയുന്നത്. സന്താന ലാഭം. അപ്പോൾ ഇവിടെ
ഇത് വൈദ്യശാസ്ത്രപരമല്ല. പക്ഷേ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഈ വിവാഹ സങ്കല്പം തന്നെ വേറൊരു രീതിയിൽ കൂടിയാണ് പറയുന്നത്. അതായത് നേരത്തെ പറഞ്ഞില്ലേ, ഒരാളെ കണ്ട് മനസ്സിലാക്കാനുള്ള ശേഷിത്വം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു സ്ത്രീയെ സംബന്ധിച്ച് സ്ത്രീയെ ഏറ്റവും പവർഫുള്ളായ ആത്മീയത്തിൽ ഏറ്റവും പവർഫുള്ളാണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. അവർക്ക് വളരെ പുരുഷന്മാരെ കഷ്ടപ്പാടില്ലാതെ നേരിട്ട് ദൈവവുമായി സംവദിക്കാൻ ഏറ്റവും എളുപ്പമുള്ള അതാണ് സ്ത്രീകളെ സംബന്ധിച്ച്. അപ്പം അവർക്ക് എന്ത് ചെയ്യും, ആ ഒരു സങ്കല്പ പ്രാർത്ഥനയിൽ കൂടിയൊക്കെ ഇവരെ ഭർത്താവ് ആരാണെന്ന് ദർശനത്തിൽ കാണിച്ചു കൊടുക്കും. ആ രീതിയിൽ ഇത് അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞാൽ കിട്ടൂല, പക്ഷെ കിട്ടേണ്ടവർക്ക് കിട്ടും. അത് കാണിച്ചു കൊടുക്കും. അതാണ് സ്വയംവരം എന്നൊക്കെ പറയുന്നത്. ആ രീതിയിൽ ഈ കുട്ടിയെ ഭർത്താവിനെ കാണുകയും ഭാര്യ ഭർത്താരം, അതായത് സഹധർമ്മിണിയല്ലേ, ഈ ധർമ്മം പൂർത്തീകരിക്കാൻ സഹധർമ്മം അതിൽ വരുന്ന ആളാണ്. അപ്പോൾ അത് പൂർവ്വജന്മ ഒരു ബന്ധമുണ്ടോ ഇതിനൊക്കെ. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളാണ് വളരെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് സൽസന്താനം ലഭിക്കാനുള്ള കാര്യങ്ങളും ഒക്കെ അതിൽ കൂടിയാണ് ലോകത്ത് നന്മ വരും. അല്ലാതെ ഒരു നിയമം പാസ്സാക്കിയാലോ യുദ്ധം ചെയ്താലോ ബോംബിട്ട് പിടിച്ചാലോ അതൊന്നും നടക്കില്ല. ഒരുപാട് ക്ലാസ് കൊടുത്താലോ ഒന്നും നടക്കുന്നില്ല. അപ്പം അത് ബേസിക്കലായിട്ട് എവിടെയാണോ ഈ ദൈവവും മനുഷ്യരുടെ ബന്ധം തെറ്റിപ്പോയത്, ആ തെറ്റ് തിരുത്തി കൊണ്ടുവരുന്ന രീതിയിലേക്ക് ദൈവം മനുഷ്യരുടെ ബന്ധം കാണിച്ചു കൊടുക്കുകയാണ്. ദൈവം എന്താണെന്ന് മറന്നുപോയി. ഇപ്പം മതങ്ങളുടെ മതിലുകൾ അപ്പുറപ്പുറമാണ്. ദൈവത്തെ അടുക്കാൻ പറ്റുന്നില്ല. ഈ മതങ്ങൾ, ഒരുപാട് മതങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആരാണ് മതങ്ങൾ കൊണ്ടുവന്നത്? ദൈവം ഒരിക്കലും മതം കൊണ്ടുവരില്ല. മനുഷ്യർ ഈ സ്വാർത്ഥ താല്പര്യം മതങ്ങൾ സൃഷ്ടിച്ച് അത് ഉപജീവന മാർഗമായിട്ട് സ്വീകരിക്കുകയാണ്. എൻ്റെ മതം വരുന്നത്, എൻ്റെ മതവും ദൈവമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ പറഞ്ഞു കൊടുക്കുക. എന്തൊക്കെ പറഞ്ഞു എന്തായാലും ഇനി മറ്റ് കാര്യങ്ങൾ പിന്നെ പറയാം. സുഖ്രീശ്വരൻ.